ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി ഡ്രീം ലൈഫ്. നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്ക് വന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ ചെയ്യുമോ ചേച്ചി, വ്ളോഗുകളിൽ ഇടാവോ ചേച്ചി, എന്താ വ്ളോഗുകളിൽ ഇടാത്ത, വീഡിയോസ് എന്താ ചെയ്യാത്ത എന്നൊക്കെ കുറച്ച് പേരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഞാൻ കുറച്ച് ഇടയ്ക്ക് ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് വീഡിയോസൊക്കെ ചെയ്യാതിരിക്കണേന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എല്ലാ മൺഡേയും വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ എന്നോട് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഇനി ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് മുഖത്തുള്ള റിങ്കിൾസ്, ടാന്, അതുപോലെ കരിവാളിപ്പും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് അതിലേക്കായിട്ട് വേണ്ടത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിത് ഈ ഒരു സ്പൂണിന് നിറയെ ഒരു സ്പൂണ് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് നാടൻ മഞ്ഞൾപ്പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള വീട്ടിൽ പൊടിക്കുന്ന നാടൻ മഞ്ഞൾപ്പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഞാനങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അര സ്പൂണ് നാടൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് നിങ്ങൾ വീട്ടിലുള്ള അലോവേറ പ്യുവറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യെല്ലോ കളർ കളഞ്ഞതിന് ശേഷം വേണം ഇതിലോട്ട് ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ബെഞ്ചറാസിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഒരു സ്പൂണോളം ഞാൻ അലോവേറ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളുടെ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അതും ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുക. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അതായത് കോമ്പിനേഷൻ സ്കിന്നായിട്ടുള്ളവർക്കും ഡ്രൈ സ്കിന്നായിട്ടുള്ളതും ഓയിൽ സ്കിന്നായിട്ടുള്ളവർക്കും ഈ ഒരു പാക്ക് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഫേസിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ കുരുക്കൾ വന്നിട്ടുള്ള പാടുകളും അതുപോലെ തന്നെ മുഖത്ത് ടാൻ അടിച്ചിട്ടുള്ളത്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പാടുകൾ എല്ലാം നമുക്ക് ഒരു പാക്ക് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യണം കേട്ടോ. 15 മിനിറ്റിന് ശേഷം വേണം നമ്മളത് വാഷ് ഔട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് മുഖത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്കിൻ ഡാമേജ് ആവുന്നതും പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിനേക്കാൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റിയെടുക്കാനായിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയുള്ള നോർമലായിട്ട് നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ ക്ലിയർ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ കിടിലൻ റിസൾട്ടായിരിക്കും കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നിങ്ങൾക്കൊന്ന് നമ്മുടെ ഫേസ് പാക്ക് മാറ്റി കാണിച്ചു തരുന്നത്. എത്രത്തോളം റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കിടിലൻ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ പ്യുവറായിട്ടുള്ള വെള്ളത്തിൽ തന്നെ വാഷ് ഔട്ട് ചെയ്താൽ മതി. ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല നമുക്ക് ഈ മുഖത്താണെങ്കിലും കഴുത്തിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഈ കളർ ചേഞ്ച് വരുന്നത് ഒരു ദിവസം കൊണ്ടല്ല. നമ്മുടെ സ്കിൻ എത്രത്തോളം കെയർ ചെയ്യാതെ ഇരിക്കുന്നുവോ അതിനനുസരിച്ച് കാലാനുസൃതമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളും അതുപോലെ കളർ ചേഞ്ച്, മുഖത്താണെങ്കിലും നമ്മുടെ സൺ ടാൻ അടിച്ചിട്ടൊക്കെ നമുക്ക് നല്ല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഒരു ദിവസം കൊണ്ട് വരുന്ന പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാനും കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ പാക്കുകൾ യൂസ് ചെയ്യുമ്പോഴും, അതില്ലെങ്കിൽ നമ്മൾ ചെറിയ സിറംസ് ആണെങ്കിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ബാക്ക് ടു നോർമൽ നമ്മുടെ സ്കിൻ ടൈപ്പിലോട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ സമയം കൊടുക്കണം. പിന്നെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് പാക്ക് 5 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റിസൾട്ട്, ഇപ്പം നമ്മളൊരു ഗ്ലൂട്ടോത്തൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അത് നമുക്ക് ബാക്ക് ടു നോർമൽ നമ്മളുടെ ആ ഒരു സ്കിൻ ടൈപ്പിലോട്ട് വരാറുണ്ട് അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റനിങ്സ് കിട്ടുന്ന ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് വീണ്ടും പഴയ പോലെ ഡാമേജ് ആവാനുള്ള
സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുക. വീക്കിലി ഒരു 3 തവണയെങ്കിലും നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യണം. അതുപോലെ ഒരു ഫേസ് സെറം നിങ്ങൾ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ ക്രീം, സൺസ്ക്രീം, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടും സ്മൂത്തായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് മറക്കരുത്. നമുക്ക് ഇതുപോലെ കിട്ടില്ല ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ട് നെക്സ്റ്റ് മൺഡേ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ.